ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ആധാർ കാർഡിൽ ഇതുവരെ നമ്മുടെ ഫോൺ നമ്പർ ഒന്നും ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് ഇത് ലിങ്ക് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അതുപോലെ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ എല്ലാം ചേഞ്ച് ചെയ്യണമെങ്കിലും ഇത്തരത്തിലുള്ള ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുക എന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ആധാർ കാർഡിൽ നമ്മുടെ മൊബൈൽ നമ്പർ എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിലവിലുള്ള നമ്പർ ഇത് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇതിനായി ഞാൻ ആദ്യം ഇവിടെ ഈ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് UIDAI എന്ന് ഇവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്, അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ ഫസ്റ്റ് ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇത്തരത്തിൽ uidai.gov.in എന്ന സൈറ്റിലേക്ക് ഇതിലേക്കുള്ള എൻട്രി ലഭിക്കും. ഇവിടെ നമുക്ക് ഇപ്പോൾ ലാംഗ്വേജ് എല്ലാം സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേണ്ട ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പേജ് വരും. നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ എല്ലാം നമ്മുടെ ആധാറുമായി കണക്ട് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് ആധാർ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ ഈ ഗെറ്റ് ആധാർ എന്നതിൽ പോയതിനു ശേഷം ബുക്ക് ആൻ അപ്പോയിന്റ്മെന്റ് എന്നൊരു ഓപ്ഷൻ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ബുക്ക് ആൻ അപ്പോയിന്റ്മെന്റ് അറ്റ് രജിസ്റ്റർ റൺ ആധാർ സേവാ കേന്ദ്ര, ഇവിടെ പ്രൊസീഡ് ടു ബുക്ക് അപ്പോയിന്റ്മെന്റ് എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്, ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ബയോമെട്രിക് ഇൻഫർമേഷൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഏതെങ്കിലും ആധാർ എൻറോൾമെന്റ് സെന്ററിലെല്ലാം പോകേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് പ്രൊസീഡ് ടു ബുക്ക് അപ്പോയിന്റ്മെന്റ് എന്ന ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതിന് ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇന്ത്യൻ റെസിഡന്റ് എന്ന് തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലോഗിൻ ബൈ മൊബൈൽ നമ്പർ എന്ന് എൻ്റർ ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ, അതായത് ആധാറുമായി ബന്ധിപ്പിക്കേണ്ട നമ്പർ, അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ കൊടുക്കാം. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ക്യാപ്ച കോഡ് ഇത് ഇവിടെ താഴേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് തെറ്റാതെ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സെൻഡ് OTP എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുക. ഇപ്രകാരം ഇവിടെ ഈ ഒരു OTP വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം സബ്മിറ്റ് OTP ആൻഡ് പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനാണ് കിട്ടുന്നത്, ന്യൂ എൻറോൾമെന്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആധാർ എന്നത്. ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ആധാർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഡോക്യുമെന്റ് ബേസ്ഡ് അപ്ഡേറ്റ് എന്നത് ടിക്ക് ചെയ്യുക. അതിനുശേഷം നെയിം ഇവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്, അതായത് നിങ്ങളുടെ ആധാറിലുള്ള അതേ പേര് തന്നെ ഇവിടെ കറക്റ്റായി എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഇന്ത്യൻ റെസിഡന്റ് എന്ന് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ വാട്ട് ഡു യു വാണ്ട് ടു അപ്ഡേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ആധാറിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നെയിം ആണോ, ജെൻഡർ ആണോ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ബയോമെട്രിക്സ്, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഏകദേശം 4, 5, 6, 7 ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിനാൽ തന്നെ നമ്മൾ ഇവിടെ മൊബൈൽ നമ്പർ എന്നത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്, ആധാർ നമ്പർ ഇത് തന്നെയാണോ എന്ന് നമ്മളോട് കൺഫേം ചെയ്യാനാണ് പറയുന്നത്. അതായത് ഇത് പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒരു തവണ കൂടി വെരിഫൈ ചെയ്യുക. ഇത്തരത്തിൽ വെരിഫൈ ചെയ്തതിന് ശേഷം എല്ലാം ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മറ്റൊരു മൊബൈൽ നമ്പർ എല്ലാമാണ് വേണ്ടതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ആധാറുമായി ഏത് മൊബൈൽ നമ്പറാണ് ലിങ്ക് ചെയ്യേണ്ടത് അത് ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന അതേ മൊബൈൽ നമ്പർ തന്നെയാണ് ഞാനിവിടെ ഈ ഒരു ആധാറുമായി ലിങ്ക് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇത് ഇവിടെ എഡിറ്റ് ചെയ്യുന്നില്ല, അതേ നമ്പർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം നമുക്ക് ഫൈനലായി ഏത് മൊബൈൽ നമ്പറാണ് ഈ ഒരു ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യേണ്ടത് അത് ഇവിടെ എഡിറ്റ് ചെയ്ത് അതിൻ്റെ നമ്പർ കൊടുത്തതിന് ശേഷം
സേവ് ആൻഡ് പ്രൊസീഡ് എന്നതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു കൺസെന്റ് എല്ലാം നമ്മൾ ഓക്കെ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ ക്രിയേറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. ഇപ്രകാരം നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന ഡൗൺലോഡ് റെസിപ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ റെസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു റെസിപ്റ്റ് അടുത്തുള്ള ആധാർ എൻറോൾമെന്റ് സെന്ററിൽ നമ്മൾ കാണിച്ചാൽ ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു പ്രൊസീജിയർ വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള ആധാർ എൻറോൾമെന്റ് സെന്റർ ഇത് എവിടെയാണ് എന്ന് അറിയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എല്ലാം ബുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ബുക്ക് അപ്പോയിന്റ്മെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് സെന്റർ അറിയുമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ എല്ലാം കൊടുക്കാം. ഇനി അല്ല നിങ്ങൾക്ക് പിൻകോഡ് എല്ലാമാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഇപ്രകാരം പിൻകോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ആധാർ എൻറോൾമെന്റ് സെന്റർ ഇതിന്റെ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതിനുശേഷം നമുക്ക് ഏത് ഡേറ്റിലാണ് ഏത് സമയത്തെല്ലാമാണ് നമുക്ക് ഈ ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ചെയ്തതിന് ശേഷം ഈ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ റെസിപ്റ്റ് ഇത് നിങ്ങളുടെ ആധാർ എൻറോൾമെന്റ് സെന്ററിൽ കാണിച്ചാൽ ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് വളരെ ഈസിയായി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്